ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കർണാടകയിലേക്കാണ്, അതും 10 രൂപ കൊടുത്തിട്ട്. അങ്ങനെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പുൽപ്പള്ളി പെരിക്കല്ലൂരിലേക്കാണ്. നമ്മളങ്ങനെ പുൽപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടാണിത്. നമ്മളിത് കുറുവയിലേക്ക് തിരിയുന്ന റൂട്ടൊക്കെ കടന്ന് ഇതാ ഫോറസ്റ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുൽപ്പള്ളിക്ക്. മാനന്തവാടി നമ്മൾ ദാസനക്കര വഴി പുൽപ്പള്ളിക്ക് പോകുന്ന ആ റൂട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു ഉച്ചയ്ക്കൊരു 2 മണി 2:30 ഏകദേശം ആ സമയത്താണ്. അങ്ങനെ ഞങ്ങളിത് പെരിക്കല്ലൂരിലെത്തി. പെരിക്കല്ലൂർ ടൗണാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. പെരിക്കല്ലൂർ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടൗണായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ടൗണ്. ഈ ടൗൺ കാണുമ്പോൾ തന്നെ ഒരു കർണാടകേൻ്റെ ആ ഒരു ടച്ചും ഫീലൊക്കെ തോന്നിയിരുന്നു ഞങ്ങൾക്ക്. പെരിക്കല്ലൂർ ടൗണിൽ നിന്നും കുറച്ച് ദൂരം ഉണ്ട്, 1 കിലോമീറ്റർ ഏകദേശം കടത്തിലേക്ക് എത്താനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പെരിക്കല്ലൂർ കടത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ ഒരു തോണിയിൽ പോകാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഞാനും പിന്നെ അമ്മുവിൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഒരു തോണിയിൽ കയറിയതാണ്. ഞങ്ങൾ അങ്ങോട്ടുള്ള വൈരക്കുപ്പയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ തോണിയിലെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം കുറച്ച് ദൂരെ ഉള്ളെങ്കിലും എന്താ പറയുക, നമുക്ക് ഒരുപാട് എന്താ പറയുക അതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നല്ലൊരു കാറ്റും തണുപ്പും, ഒരു 3-3:30 സമയമാണെങ്കിൽ പോലും നമുക്ക് ഒരു ചൂടോ ഉഷ്ണമൊന്നും വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യൊന്നുമില്ല. പിന്നെ എന്താ പറയുക, അതേപോലെ തന്നെ ഈ ബൈരക്കുപ്പ ഈ കടത്ത് എന്ന് പറയുന്നത് ഒരുപാട് സിനിമയ്ക്ക് ലൊക്കേഷൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ നരൻ എന്ന് പറയുന്ന സിനിമ, അതേപോലെ തന്നെ മറ്റേ മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമ, അതൊക്കെ ഷൂട്ട് ചെയ്തത് ഈ കടവിൽ വെച്ചാണ്. ബൈരക്കുപ്പ ആ കടകൾ, അവിടെ കാണുന്ന കടയും കാര്യങ്ങളൊക്കെ അല്ലേ, അവിടെ ആ ഭാഗത്തൊക്കെയാണ് മിന്നൽ മുരളി എന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നരൻ സിനിമയിലെ മുള്ളൻകൊള്ളി വേലായുധൻ എന്ന് പറയുന്ന ഒരു തോണിയിൽ കൂടെ കടവ് കടന്നു വരുന്ന ഒരു ഭാഗമല്ലേ, അതൊക്കെ ഈ ഭാഗത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ഈ പുൽപ്പള്ളിയിൽ നിന്ന് അപ്പുറം ബൈരക്കുപ്പയിലേക്ക് പോകുന്ന ഈ ബൈരക്കുപ്പ നമ്മളിത് ഈ കടത്ത് കടന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന ആ ടൗണിൽ തൊട്ട് കയറുന്ന അവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഒരു ബാറും റെസ്റ്റോറൻറ്റും കൂടെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ചില ആൾക്കാർ പുൽപ്പള്ളിയിൽ നിന്നൊക്കെ മദ്യപിക്കാൻ വേണ്ടിയിട്ടും അതിനും ഇതിനൊക്കെ പോക്കുണ്ട്. പക്ഷെ നമ്മളതിനൊന്നും പോയതല്ല, നമ്മൾ ആ പ്ലേസും കാര്യങ്ങളൊക്കെ കാണാൻ, ആ ഒരു എൻജോയ്മെൻറ്റ് വൈബ് കിട്ടാൻ വേണ്ടി ഞാൻ പല റീൽസിലും ഈ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ പോകണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്കൊരു ടൈം കിട്ടണ്ടേ. അപ്പോൾ ടൈം കിട്ടിയപ്പോൾ ഞാനവിടെ പോയി എന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബൈരക്കുപ്പ എത്തി. തോണിയൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാനും അമ്മുവിൻ്റെ അമ്മയും അമ്പുടും ഞങ്ങളെല്ലാവരും ഇറങ്ങി. ആ മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത ആ കടയും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയും മേലെ വരെ പോയി. ആ സൈഡിൽ കാണുന്ന അതാണ് ഞാൻ പറഞ്ഞ ബാറ്. പിന്നെ ഇതൊരു ചെറിയ ടൗണാണ് ബൈരക്കുപ്പ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബൈരക്കുപ്പ ടൗണിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. കർണാടകത്തെ ഒരു ചെറിയൊരു സ്ഥലം. വലിയ പുരോഗമനവും കാര്യങ്ങളൊന്നും ആ ടൗണിൽ വലിയ കാര്യമായിട്ടില്ല. കാരണം കർണാടകയിലെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, വലിയ പുരോഗമനമോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത സ്ഥലങ്ങളാണ്. ഈ ബൈരക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഓട്ടോറിക്ഷയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ കടന്നിട്ട് ഞങ്ങൾ തോണിയിലൊന്നും പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ തിരിച്ച യാത്രയിൽ ഞങ്ങൾ തോണിയിൽ കയറിയിരുന്നു. അപ്പോഴാണ് ഒരു പ്രായമായിട്ടുള്ളൊരു മൂപ്പര് നമ്മുടെ തോണിയിൽ നമ്മുടെ അടുത്ത് വന്നിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി ഒരു മദ്യപിച്ച ഒരാളാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷയൊക്കെ തകിടം മറിഞ്ഞുപോയി. മൂപ്പര് നന്നായി ഓടക്കുഴൽ വായിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം നമുക്കത് കേൾക്കാം. നല്ല പാട്ട് കൊടുത്തു.
പോവാ സത്യം. അങ്ങനെ ഞങ്ങളെ ഈ യാത്ര അവസാനിച്ചിരിക്കുന്നു. ഇതേപോലുള്ള പുതിയ നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം കൊറിയർ നെപ്പോളിയൻ.